എല്ലാവർക്കും ഒരു ഹായ് പോയി എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 130 ഓക്കെ പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷോ ആൻഡ് സോൾ ഹാളുകൾ ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് എന്നാൽ മിക്കാറുള്ളത് ഹിഡനായിട്ടാണ്. അവരുടെ ആളുകളെ വെച്ച് ഒരെണ്ണം മാത്രം സ്പിരിറ്റ് മൗണ്ടൻ എന്ന സ്ഥലത്ത് കണ്ടുപിടിച്ചു. നോർത്ത് വെസ്റ്റ് ആയിട്ട് വരും ഈ ആവച്ചൻ അവിടെ ആകാനുള്ള ചാൻസ് എന്നത് പറയാണ്. കാരണം സ്പിരിറ്റ് മൗണ്ടൻ അതൊരു കോൾഡ് പ്ലേസ് ആണ്, മിസ്റ്റ് ഉള്ളതാണ്, കാണാതെ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലും. അത് മാത്രമല്ല അവിടെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആകാനാണ് വരിക. ശിവന് അവിടെ എത്ര മാസ്റ്റേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ചുറ്റൊന്ന് നോക്കിയിട്ട് അറിഞ്ഞത് വെച്ച് 5 ടൗ വെനറേറ്റ്. അത് കേട്ട് ഞെട്ടിപ്പോയി ശിവാനി. അപ്പോൾ അത് സ്കൈ മാസ്റ്റേഴ്സിനെ കൂട്ടിയാണോ എന്ന് അറിയില്ല. ഈ സ്കൈ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈ ലെവൽ പ്ലേസിലുള്ള ആളാണ്. പ്രൊട്ടക്ടേഴ്സിലെ ടോപ്പ് ലെവലുള്ളവർ അവരും പ്രൊട്ടക്ടേഴ്സ് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് 5 സ്റ്റാർ ഡൗ വെനറേറ്റെങ്കിലും ആകും. ഒരു പ്രൊട്ടക്ടറിന് പോലും ഡൗ ആൻസെസ്റ്ററും ഡവനറേറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള എൽഡേഴ്സിന്റെ സ്റ്റാർട്ടിങ്ങിന് എത്രയാകുമെന്ന് പ്രതീക്ഷിക്കാം. ശിവനപ്പോൾ പേടിക്കണ്ട, യാവച്ചന് 5 പ്രൊട്ടക്ടേഴ്സ് ഗാർഡ് ചെയ്യുന്നെങ്കിൽ അതുകൊണ്ട് ഒന്നും ചെയ്യില്ല. ഷിയോൻ ഫെങ്സും ഷി എന്നാളെ ആ മറ്റേ ഫെങ്ങിന് വരാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പിൽസ് പഗോഡയ്ക്ക് വരാൻ കഴിയില്ല, കാരണം സോൾ ഹാള് പിൽസ് പഗോഡയുടെ എനിമയല്ല. റൂൾസ് 2 സൈഡും ഉണ്ട്, അല്ലെങ്കിൽ സോൾ ഹാള് സെൻട്രൽ പ്ലെയിന് തന്നെ ഇല്ലാതാക്കും. ഷിയോന് കുഴപ്പമില്ല, അവരുള്ളത് കൊണ്ടാണ് ഇതുവരെയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നന്ദി പറയുന്നു. ടീച്ചറിനെ രക്ഷിക്കും എന്ന് ഉറപ്പിച്ച നീ അത് തന്നെ ഫെങ് അവിടെ ഇരിക്കുന്നു. ഷിയോന്റെ മെസ്സേജ് എത്തി. വേറെ ഹൗസ് കണ്ടുപിടിച്ച് ഉടനെ വാ, ആ കാത്തിരുന്നത് എത്തി. ബ്രദർച്ചൻ നിന്നെ രക്ഷിക്കുന്ന ഉടനെ വരും എന്ന് പറഞ്ഞു പോയി. ഷിയോന് അവന്റെ ഗോഡ്സിൽ ടെക്നിക്കിലെ 4ാമത്തേത് അത് പുതിയതൊന്ന് പഠിക്കണം. ബേണിംഗ് ടെക്നിക്ക് ടൈൻഗോപ്പോൾ അഥവാ ഇത് സക്സസ് ആയാൽ ഡൗസൻ അല്ലെങ്കിൽ ഡവനറേറ്റ് പോലും വന്നാൽ പോലും കുഴപ്പമില്ല. അവൻ ആ ടെക്നിക്ക് സ്കൈ ബേണിംഗ് എന്ന സ്കില്ല് ഉപയോഗിക്കുന്നു. അതിന്റെ പ്രഷറിൽ ആ മല തന്നെ ഷേക്കാകാൻ തുടങ്ങി. എന്ന് അടുത്തെത്തിയപ്പോൾ തന്നെ അതില്ലാതായി. അവനും മനസ്സിലായി ഒരു ഡവനറേറ്റ് ആകാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന്. അവൻ ഗെയിമപ്പ് ചെയ്യാതെ പിന്നെയും ചെയ്യാനായിട്ട് തുടങ്ങുന്നു. കാരണം അവന്റെ ടീച്ചറിനെ കൊണ്ടുപോയത് ആലോചിച്ച് ഇനി സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്ന മൈൻഡിലാണ്. അവൻ 7 ദിവസമായിട്ട് ചെയ്യണം. അവന്റെ ബോഡിക്ക് വല്ലതും പറ്റൂ എന്ന പേടിയാണ് ഈശ്വരന്. ടൈൻക്ക് വന്ന് അവന്റെ ടീച്ചറിനെ രക്ഷിക്കുന്നതിൽ അവൻ പിറകോട്ട് പോകില്ല. അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാൽ ഒന്നുപോലെ വർക്ക് ആകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പിൽസ് കഴിക്കുന്ന പിന്നെ ട്രൈ ചെയ്യുന്നു. അങ്ങനെ അവന്റെ കൾട്ടിവേഷൻ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ടീച്ചർ ഉറപ്പായി നിങ്ങൾ എന്നെ രക്ഷിക്കും. അങ്ങനെ 10 ദിവസം കടന്നു. ഈ പിൽസ് പഗോഡയിലേക്ക് സ്പേസും ബ്രേക്ക് ചെയ്ത് അങ്ങോട്ടൊരു ബോട്ട് വരുന്നുണ്ട്. ഷൂലിംഗ് ആൾക്കാർ അവിടെ എത്തി. സ്ട്രോങ് പ്രഷർ കൊണ്ട് അതിശയം. ശിവാനപ്പോ എങ്ങനെ പിൽസ് പഗോഡയിലിട്ട് വെൽക്കം ചെയ്യണം. പടകെ ഞാൻ മുമ്പൊക്കെ പിൽസ് ടവർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴാണ് പിൽസ് പഗോഡ എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അവർ പിന്നെ അങ്ങോട്ട് പോവാണ്. ഇതാ ഫെങ്സുൻഷാണെങ്കിലും എന്തിനിവിടെ വന്നു എന്നത് മനസ്സിലാവാതെ ശിവാൻ വെൽക്കം ചെയ്യുമ്പോഴേ ഫെങ് അത്രയൊന്നും വേണ്ട എന്ന തമാശ. കൂടെയുള്ളത് ആരെന്ന് മനസ്സിലായില്ല. അയാളുടെ പേര് ഞാൻ മറന്നു. എന്നെ ടൈജിയാൻ എന്ന് വിളിക്കാനായിട്ട് പറയുന്നു. അത് കേട്ട് 5 വർഷം മുൻപ് വൈപ്പായ ജെയ്ഡ് സോൾ സെക്റ്റിലെ എന്ന് പറഞ്ഞ് റെസ്പെക്റ്റ്. ടൈജിയാൻ അധികം സംസാരിക്കാറില്ല. അങ്ങോട്ട് ശിവൻ വന്ന് നിങ്ങൾ വന്നില്ലേ. അവനെ കണ്ട് രാവിലെ ഞെട്ടിപ്പോയി. ഡൗസോങ് 9 സ്റ്റാറോ ഇത്ര പെട്ടെന്ന്? അവൻ ഈ ഇടയ്ക്കുണ്ട് ഡൗസോങ് ആയതെന്നല്ലേ നീ പറഞ്ഞു എന്ന് ടൈജിയാൻ മനസ്സിൽ ചോദിക്കണം ഫെങ്ങിനോട്. അപ്പൊ ഫെങ് ഷിയനോട് തന്നെ അത് ചോദിച്ചു. ജസ്റ്റ് ലക്ക്, നിന്റെ ഈ സംസാരത്തിൽ എത്ര പേരുടെ ബ്ലഡ് ഡൊമിറ്റ് ചെയ്തൊന്ന് മനസ്സിലാക്കാം. അതായിട്ട് അവര് ചിരി സിയാൻ ഇഷ്യൻ ഡൗ ടൈൻഹു ഇവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവന്റെ കൾട്ടോഷൻ സ്പീഡ് വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണ്. കൂടാതെ 2 ഡൗ വെനറേറ്റ് ആയി വരും എന്ന് ടൈജിയാൻ പറയുമ്പോൾ പെണ്ണതിന് യാവച്ചന്റെ ഡിസബിൾ നോർമൽ രീതിയിൽ കാണരുത്. അവനോട് ടൈജിയാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ റെസ്പെക്ട്. ടൈജിയൻ ഒരു സോഡ് മാസ്റ്റർ ആണ്, മെന്റൽ ആട്രിബ്യൂട്ട്സ് ആണ്, പിന്നെ വേൾഡിനെ പറ്റി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വലിയ ഹെൽപ്പ് ആകും. വേറെ മാസ്റ്റേഴ്സ് ആരും വന്നില്ലേ എന്നാൽ ടൈജിയാൻ സോൾ ഹാളല്ല ആരായാലും വരുമെന്നാണ്. ശിവൻ എന്ന് പറയുമ്പോൾ എന്റെ യാവച്ചൻ ഏറ്റവും ക്രൂഷ്യലായ ടൈം പോലെ ഹെൽപ്പ് ചെയ്തു. അതിന് പാരാന്നാണ് അതിന് സോൾ ഹാളായാലും അവരെ അടിച്ചിരിക്കും. ശിവൻ നമ്മൾ 5 ഡൗ വെനറേറ്റ് മതി അവരെ തടയാൻ. 5 പേരും അതേന്ന് പറഞ്ഞിട്ട് പപ്പറ്റിനെ എടുക്കണം. അതൊരു 1000 ലെവൽ പപ്പറ്റാണ്, സ്കൈ ലെവൽ പപ്പറ്റ് എന്നാണ് ഇപ്പോൾ ഇതിനെ പറയുന്നത്. അതുകൊണ്ട് ഷോക്കായി പോയി. ഒരു പപ്പറ്റ് പോലും 1000 ലെവലോ. ജീവൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത ദിവസം വന്നു. അതിനുശേഷം അവർ ആ പറഞ്ഞ സ്പിരിറ്റ് മൗണ്ടനിലേക്ക് പോകുന്നതാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിന്നു. ആ സ്ഥലത്ത് അവരെ തിന്നാൻ മുന്നോട്ട് പോകുമ്പോൾ ഫുള്ള് മഞ്ഞാണ്, ലോസ് ആകാനുള്ള ചാൻസ് ഉണ്ട്, ഹൈ പ്രഷർ. അത് സോൾ ഹാളിന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നടന്നു പോകാൻ പറയുന്നുണ്ട്. ടൈജിയാൻ പറയുന്നത് കേൾക്കാനായിട്ട് ശിവൻ അവരങ്ങനെ നടന്നു പോകണം. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നാളെ പോകാൻ തീരുമാനിച്ചു. കാരണം ഒരുപാട് മോൺസ്റ്റർ ബീസ്റ്റുകളൊക്കെ ഇറങ്ങാനുള്ളതാണ് ഹൈ ലെവലായിട്ടുള്ള. ടൈജൻ ഒരു പൊടി അവിടെ വിതറുന്നുണ്ട്. അതൊരു പൊടിയല്ല, അതെന്തിനാണെന്ന് സിയാൻ ചോദിക്കുമ്പോൾ സംഭവം അതിന്റെ സ്മെല്ല് നല്ല നാറ്റമാണ്. അത് വലിയ ബീസ്റ്റിന്റെ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വേറെ വലിയ ബീസ്റ്റ് ഉണ്ട് എന്ന് കരുതി വേറെ വലിയ ബീസ്റ്റുകളൊന്നും അങ്ങോട്ട് വരില്ല. അത് കേട്ട് അവൾ ഓടി. ഈ സ്പീഡിൽ പോയ ടീച്ചറിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നാണ് സിയോയെ. ടെൻഷൻ ആകണ്ട എന്ന ഫെങ്. എന്നാൽ ഈ സ്പിരിറ്റ് മൗണ്ട് വളരെ വലുതാണ് എന്ന സോൾ ഹാൾ അത്രയില്ല. അവനോട് ടെൻഷൻ ആകണ്ട എന്ന രീതിയിൽ തന്നെ പറയുമ്പോൾ അവളാണ് ടൈജിയാൻ എന്തോ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത്. മുൻപിട്ടത് അത് വലിയ ബീസ്റ്റിന്റെ വേസ്റ്റ് ആണെങ്കിലും ചെറിയ ബീസ്റ്റുകൾക്ക് അതിന് ഡിസ്റ്റർബ് ആകും നാറ്റം. കാരണം അവിടെ പെട്ടെന്ന് തന്നെ ഫോഗായി. അവർക്കും ടെൻഷനായി. പല ഭാഗത്തു നിന്ന് സൗണ്ട് നോക്കുമ്പോൾ അതൊരു ഉറുമ്പായിരുന്നു. ആൻഡ് ഇത് വെറും ഒരു ഉറുമ്പല്ലേ എന്ന് ചെയ്യാൻ. എന്നാൽ അത് സ്റ്റോൺ ഈറ്റിംഗ് ആൻഡ് ആണ്. അത് ലെവൽ ഹൈ അല്ലെങ്കിൽ അതിന്റെ എണ്ണം ടെറിഫിക്കാണ്.
അത് ബോർഡ് വരെ തിന്നും, ഇത് നമുക്ക് പണിയാണ്. ശിവൻ അറ്റാക്ക് ചെയ്യാൻ നൽകുമ്പോൾ അത് തടഞ്ഞ് സോൾഹാളിന് മനസ്സിലാകാം അപ്പോൾ തിരിച്ചു പോകാനാണ് ഇനി വഴി എന്ന് സങ്കടത്തോടെ എന്ന് ശിവൻ പറയുമ്പോൾ സിയാനാണ് അത് കേട്ടിട്ട് ഒന്ന് തീരുമാനിച്ച് നേരെ പോയി. അവൾ എന്താ കാണിച്ചേ, എനിക്ക് ഞാൻ പോവാ എന്ന് ഫെങ്. എന്നാൽ അത് ശിവനെ തടയാണ്, കാരണം അവളെ അറ്റാക്ക് ചെയ്യുന്നില്ല, ഒരു അറ്റാക്ക് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കോളായിട്ട് വന്നിട്ട് ശിവൻ ഞാൻ എന്താണ് കൊണ്ടുവന്നതെന്ന് അറിയോ എന്ന് പറഞ്ഞ് സ്റ്റോണിറ്റി ആൻറ്റി ക്യൂണിനെ തന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് എല്ലാവരും ഷോക്ക്. ശിവൻ ഇവൾക്ക് ഈ ഒരു സ്കില്ലുള്ളത് തന്നെ മറന്നുപോയി. ഇവൾക്ക് അങ്ങനെ ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റുമെന്ന് കരുതിയില്ല. ഇവളാരാ എന്ന രീതിയിലാണ് ടൈജൻ സ്പിരിറ്റ് മൗണ്ടിലെ ഏറ്റവും പാടായ ബീസ്റ്റിനെ പോലെ ഇവളുടെ മുന്നിൽ മുട്ടൂത്തി. അതുകൊണ്ട് ശിവൻ എനിക്ക് സോൾഹാളിനെ പറ്റി ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. അവളും ചോദിച്ചു, അതിന് മനസ്സിലായില്ല. ബ്ലാക്ക് ഡ്രസ്സ്, ഗോസ്റ്റോ അല്ലെങ്കിൽ ഹ്യൂമൻ, അത് അവിടെ ഉള്ളതിനോട് ഉറുമ്പുകളോട് ചോദിക്കുകയാണ്. അത് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നിട്ട് തുടങ്ങി. അത് എണ്ണം വലുതാണല്ലോ, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഒരുപാട് അങ്ങ് പോയി ആ സ്പിരിറ്റ് മൗണ്ടൻ തന്നെ. അങ്ങനെയോ ഒരാൾ വന്നിട്ട് അത് പറയുന്നുണ്ട്, അത് സിയനോടും പറഞ്ഞു ഇവിടെ അടുത്താണ് എന്നത്. എന്താ പറഞ്ഞത് ഉറുമ്പിന്റെ ലാംഗ്വേജിൽ. അവർക്ക് മനസ്സിലായില്ല, പക്ഷെ ഞാൻ മറന്നുപോയി, അത് അധികം ദൂരമല്ല, വാ പോവാം എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ അതിനുശേഷം കറക്റ്റ് സ്പോട്ടിലേക്ക് തന്നെ അവർ പോവുകയാണ്. മുൻപ് വരെ എവിടെയെന്ന് അറിയാതെ പോവുകയായിരുന്നല്ലോ, ഇപ്പൊ കറക്റ്റ് ലൊക്കേഷൻ അറിയാം. അങ്ങനെ പോകുന്നുണ്ട്. സിയ വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് ചെയ്യുവാൻ. അപ്പോൾ അവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.